ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു റിവിഷൻ പർപ്പസ്. നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ. ഇതാണ് മെയിൻ പോയിന്റ്സ് കവർ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു റിവിഷൻ പോലെയാണ്. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു റിവിഷൻ പർപ്പസിന്, എക്സാമിനേഷനൊക്കെ നിങ്ങൾക്ക് നോക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാതും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. Okay, introduction to accounting. First functions are IMRCSAC. I identification, M measurement, R recording, C classification, summarizing, analyzing and interpreting, communication. ഐഡന്റിഫിക്കേഷനിൽ എന്താ പറഞ്ഞാൽ ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾക്ക് റെക്കോർഡ് ചെയ്യേണ്ടത് അത് ഐഡന്റിഫൈ ചെയ്യുക. മെഷർമെന്റിൽ പറഞ്ഞത് എല്ലാ ആക്ടിവിറ്റീസും റെക്കോർഡ് ചെയ്യില്ല, എന്ത് ആക്ടിവിറ്റീസേ റെക്കോർഡ് ചെയ്യുള്ളൂ. മണി ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് മാത്രമേ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. റെക്കോർഡിങ്ങിൽ എന്താ പറഞ്ഞത്, ജസ്റ്റ് നമ്മുടെ ഇൻഫോർമേഷൻ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാണ്. ക്ലാസിഫിക്കേഷൻ, പലതരത്തിലുള്ള അക്കൗണ്ടുകൾ ഉണ്ടാവും, പലതരത്തിലുള്ള എക്സ്പെൻസസ് ഉണ്ടാവും, ഇൻകം ഉണ്ടാവും, അതിനെ ഓരോ ഹെഡിലേക്ക് ക്ലാസിഫൈ ചെയ്യാണ്. സമ്മറൈസിങ്, ആ കിട്ടിയ ഡാറ്റ ഒരു സമ്മറൈസ് രൂപത്തിലാക്കണം. അതായത് കുറേ ഡാറ്റ ഉണ്ടാവും, അത്രയും ഡാറ്റ ഇലോബറേറ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു സമ്മറി, എക്സ്പെൻസസ് ഇത്ര, ഇൻകം ഇത്രയെന്ന് പറഞ്ഞിട്ടൊരു സമ്മറി കൊടുക്കുക. അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മളത് എന്ത് ചെയ്യാണ്, അതിൻ്റെ ഫിനാൻസ് മാനേജേഴ്സ്, അതിൻ്റെ ഡയറക്ടർ ബോർഡൊക്കെ അത് അനലൈസ് ചെയ്യും, ഇന്റർപ്രറ്റ് ചെയ്യാം. അതായത് ഫ്യൂച്ചറിന് ഇനി എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുക്കേണ്ടത് അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് അനാലിസിസും ഇന്റർപ്രിട്ടേഷനും ചെയ്യുന്നത്. നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, പ്രോഫിറ്റ് ആണെങ്കിൽ ഓക്കെ, ലോസ് ആണെങ്കിൽ എന്തുകൊണ്ട് വന്നു അതറിയാൻ വേണ്ടിയിട്ടാണ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. ലാസ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ. പല ആൾക്കാർക്കും നമ്മുടെ ഈ ഡാറ്റ ആവശ്യമായിട്ടുണ്ടാവും, നമ്മൾ ഈ പ്രോസസ്സ് ചെയ്ത ഇൻഫോർമേഷനും സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ ആവശ്യമായിട്ടുണ്ടാവാം. അവർക്ക് ആ ഡാറ്റ കൊടുക്കുക, അതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ ഇൻ ഷോർട്ട് ഫോം ഓർമ്മിച്ച് വയ്ക്കുക. ഫംഗ്ഷൻസ് പറയുമ്പോൾ IMRCSAC. ഇനി നമ്മൾ നോക്കി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്താന്ന് നോക്കി. മെയിൻറ്റെയിൻ റെക്കോർഡ് ഓഫ് ബിസിനസിന്റെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. പ്രോഫിറ്റ് ഓർ ലോസ്, നമ്മുടെ ബിസിനസ് നമ്മൾ ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് കമ്പനിക്ക് പ്രോഫിറ്റ് ആണോ ഉണ്ടായത്, ലോസ് ആണോ ഉണ്ടായത്. തേർഡ് വൺ, ഫിനാൻഷ്യൽ പൊസിഷൻ. നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, എന്തിനാ, ഇയർ എൻഡിങ്ങിൽ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താ, നമ്മൾക്ക് എത്ര അസറ്റ്സ് ഉണ്ട്, എത്ര ലയബിലിറ്റി ഉണ്ട്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുന്നത്. ഫോർത്ത് വൺ, ഇൻഫോർമേഷൻ അവൈലബിൾ ടു വേരിയസ് ഗ്രൂപ്പ്സ്. പല ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഉണ്ടാവും നമ്മുടെ അക്കൗണ്ട്സ് അറിയാനായിട്ട്. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവാം, നമ്മുടെ ഓണേഴ്സ് ഉണ്ടാവാം കമ്പനിയുടെ. അപ്പോൾ അവർക്കൊക്കെ ഇൻഫോർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇപ്പോൾ പറഞ്ഞതൊക്കെ തന്നെ ജസ്റ്റ് റെക്കോർഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ആസ്പെക്ട്സിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്താ, പേരിൽ തന്നെയുണ്ട്, മാനേജേഴ്സിന് വേണ്ടിയിട്ട്, അതായത് കമ്പനിയുടെ ഇന്റേണൽ യൂസിന് വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ചെയ്യുക. ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. മാനേജേഴ്സിന്റെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന അക്കൗണ്ടിങ് ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് വൺ, കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. കോസ്റ്റിനാണ് എംഫസിസ്, അതായത് കമ്പനി മേടിക്കുന്ന റോ മെറ്റീരിയൽസിന് എത്ര കോസ്റ്റ് വരുന്നുണ്ട്, കമ്പനിയുടെ മാനുഫാക്ചറിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് വരുന്നുണ്ട്, അതൊക്കെയാണ് എന്തിൽ വരിക. അതായത് പ്രൊഡക്ഷനായിട്ട് ഡീൽ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുക, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, റിലയബിലിറ്റി, വിശ്വസനീയമായിരിക്കണം, നമ്മൾ കൊടുക്കുന്ന ഡാറ്റ ക്ലിയർ ആൻഡ് ആക്യുറേറ്റ് ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് റെലവൻസ് ആണ്. റെലവൻസ് എന്ന് പറഞ്ഞാൽ റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുന്നത്. അതായത് എന്താണോ നമ്മളുടെ ഓണേഴ്സ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത് അത് റെലവൻ്റ് ആയിരിക്കണം. ഇപ്പോൾ ചോദിക്കുന്ന ഡാറ്റ, ഇപ്പോൾ 1 ഇയറിൻ്റെ ഡാറ്റയാണ് ചോദിച്ചിട്ടുള്ളത് വെച്ചാൽ 1 ഇയറിൻ്റെ ഡാറ്റയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് അണ്ടർസ്റ്റാൻഡബിലിറ്റി ആണ്. അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോമാറ്റിലാണ്, ഒരു പെർട്ടിക്കുലർ ഫോമാറ്റിലാണ് നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷനും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ചെയ്തു കൊടുക്കുക. അത് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. കമ്പാരബിലിറ്റി, നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ മുമ്പത്തെ വർഷത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. നെക്സ്റ്റ് വൺ, യൂസേഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ആണ്.
ഓണേഴ്സ് ഉണ്ട്. ബിസിനസിന്റെ ഓണേഴ്സിന് അവർക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ മാനേജ്മെന്റിന് ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് മാനേജ്മെന്റിന് ഇൻഫർമേഷൻ ആവശ്യം. പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ ഇനിയും ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ്, അത് നല്ലതാണെങ്കിൽ മാത്രമേ അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അതാണ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. നെക്സ്റ്റ് വരുന്നത് ക്രെഡിറ്റേഴ്സ് ഓർ ബാങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ തരുന്ന ആൾക്കാരാണ് നമ്മുടെ ക്രെഡിറ്റേഴ്സ്. നമുക്ക് കടം തരുന്ന ആൾക്കാരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുക. അവർക്കും ബാങ്കേഴ്സും എന്തിനാണ്, നമ്മുടെ റീപേയിങ് കപ്പാസിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഈ ഇൻഫോർമേഷൻ ആവശ്യം. നെക്സ്റ്റ് വരുന്ന ഗവൺമെന്റ് ആണ്. ടാക്സേഷൻ പോളിസീസ് അല്ലെങ്കിൽ ബാക്കിയുള്ള പോളിസീസൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് എന്തിനാവശ്യം, ഗവൺമെന്റിന് നമ്മുടെ ഡേറ്റ ആവശ്യമായിട്ട് വരിക. നെക്സ്റ്റ് വരുന്ന കസ്റ്റമേഴ്സ്, പിന്നെ സെക്യൂരിറ്റി അനലിസ്റ്റ്, സെക്യൂരിറ്റി അനലിസ്റ്റും റിസർച്ചേഴ്സിനൊക്കെ എന്താ ആവശ്യം? സെക്യൂരിറ്റി അനലിസ്റ്റ് കമ്പനിയുടെ ഷെയറിന്റെ വാല്യൂ, കമ്പനിയുടെ കറന്റ് പൊസിഷൻ എന്താണ്, അതിനനുസരിച്ചാവും കമ്പനിയുടെ ഫർദർ മൂവ്മെന്റ്. അപ്പോൾ അവർക്ക് പറയാൻ പറ്റും കമ്പനി നല്ല രീതിയിലാണോ, ഈ കമ്പനി മുന്നോട്ട് പോകുന്ന, ഷെയറിന്റെ വാല്യൂ കൂടുകയോ കുറയോ, അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റി അനലിസ്റ്റിന്, റിസർച്ച് വർക്കിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് ആണ് നോക്കിയത്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡാണ്. കമ്പനിയിൽ നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാണ്. അതായത് ഫർദർ യൂസിന് വേണ്ടിയിട്ട് നമുക്കത് ഫർദർ നോക്കാൻ വേണ്ടിയിട്ട്, ഫർദർ യൂസേജിന് വേണ്ടിയിട്ട് ഒരു റെക്കോർഡായിട്ടാണ് അക്കൗണ്ട്സ് നമ്മൾ ചെയ്യുന്നത്. സെക്കൻഡ് വൺ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ പറഞ്ഞു ഇയർ എൻഡിങ്ങിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. തേർഡ് വൺ സപ്ലൈസ് ഇൻഫോർമേഷൻ ടു ദി ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. കമ്പനിയുടെ ഇൻഫോർമേഷൻ ആവശ്യമായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ്, അതിന്റെ ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, എംപ്ലോയീസ് എല്ലാവർക്കും ഈ ഇൻഫോർമേഷൻ സപ്ലൈ ചെയ്യും. ഫോർത്ത് വൺ ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ കമ്പനിയുടെ അടുത്ത വർഷത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഡിസിഷൻസ്, അതായത് പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി ഇനി എന്താ ചെയ്യേണ്ടത്, എവിടെയാണ് എക്സ്പെൻസ് കുറയ്ക്കേണ്ടത്, അതിനുള്ള ഡിസിഷൻ മേക്കിങ്ങിനും അക്കൗണ്ട്സ് ഹെൽപ്പ് ചെയ്യും. ഫിഫ്ത്ത് വൺ ഫെസിലിറ്റേറ്റ് കമ്പാരിറ്റീവ് സ്റ്റഡി. നമ്മുടെ കമ്പനിയും വേറൊരു കമ്പനിയായിട്ടുള്ള അതിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ തന്നെ കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ്സുമായിട്ടും നമുക്ക് നമ്മുടെ പൊസിഷൻ കമ്പയർ ചെയ്യാൻ എന്ത് ഹെൽപ്ഫുൾ ആണ്, അക്കൗണ്ടിങ് ഹെൽപ്ഫുൾ ആണ്. സിക്സ് വൺ പ്രൊവൈഡ് എവിഡൻസ് ഇൻ ദ കേസ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. ഒരു കമ്പനിയാണ് പലതരത്തിലുള്ള ഇഷ്യൂസ് റേസ് ആവാം. അപ്പൊ അങ്ങനത്തെ കേസിൽ ഒരു എന്താ പറയാ, ഒരു ഫാക്ട് അല്ലെങ്കിൽ ഒരു എവിഡൻസ് എന്നുള്ള രീതിയിൽ എന്ത് നമുക്ക് കാണിക്കാം, അക്കൗണ്ട്സ് നമുക്ക് കാണിക്കാം, നമ്മുടെ കമ്പനി എത്തിക്കൽ രീതിയിലാണ് പോകുന്നത് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അക്കൗണ്ട്സ് എന്താ പറയുക, ഒരു പ്രൂഫായിട്ട് വേണമെങ്കിൽ നമുക്ക് കോർട്ടിലൊക്കെ സബ്മിറ്റ് ചെയ്യാം. അതാണ് 6 അഡ്വാൻറ്റേജസ് പറഞ്ഞത്. നെക്സ്റ്റ് വരുന്ന ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാ? ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ. നമ്മുടെ അക്കൗണ്ട്സ് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ ആണ്. അതായത് നമ്മുടെ നടന്നു കഴിഞ്ഞുള്ള കാര്യങ്ങൾ പറ്റി മാത്രമേ എന്ത് പറയുന്നുള്ളൂ, അക്കൗണ്ട്സ് പറയുന്നുള്ളൂ. ഇപ്പൊ പ്രസന്റ് എന്താണ് അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്താണ് എന്നൊന്നും അക്കൗണ്ട്സിന് പറയാൻ പറ്റില്ല. സെക്കൻഡ് വൺ പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ആസ് എ ഹോൾ ആൻഡ് നോട്ട് ആസ് പ്രോഡക്റ്റ് ഓർ പ്രോസസ് വൈസ്. നമ്മുടെ കമ്പനിയിൽ ടോട്ടൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ടോട്ടൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് പറയുന്നുള്ളൂ, അക്കൗണ്ട്സ് പറയുന്നുള്ളൂ. അല്ലാണ്ട് ഓരോ പ്രോഡക്റ്റ് വൈസ് അല്ലെങ്കിൽ ഓരോ പ്രോസസ് വൈസ് എന്തൊക്കെയാണ് ചെലവ്, എന്തൊക്കെയാണ് വരവ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നില്ല. തേർഡ് വൺ പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാളിറ്റി ആസ്പെക്ട്സിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എന്താണ് മണി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അത് അതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. ഫോർത്ത് വൺ ഷോസ് ഓൺലി ആക്ച്വൽ കോസ്റ്റ് ഫിഗേഴ്സ്. നമ്മൾ കമ്പനിയിൽ റോ മെറ്റീരിയൽസ് മേടിക്കുമ്പോൾ ഇപ്പോൾ ജാനുവരിയിലാണ് മേടിച്ചെങ്കിൽ ആ കോസ്റ്റിലാണ് നമ്മൾ അതൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുക. പക്ഷെ ഇപ്പോൾ ഡിസംബറിലോ അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് നോക്കുമ്പോൾ അതിന്റെ കോസ്റ്റിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അതായത് എക്കണോമിയിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ചുള്ള പ്രൈസിലുള്ള വ്യത്യാസങ്ങളൊന്നും നമ്മുടെ അക്കൗണ്ട്സിൽ കാണിക്കില്ല. അക്കൗണ്ട്സിൽ എപ്പോഴും ഏതേ കാണിക്കുള്ളൂ, ആക്ച്വൽ കോസ്റ്റേ കാണിക്കുള്ളൂ. മാർക്കറ്റ് ചേഞ്ചസോ അല്ലെങ്കിൽ ഇക്കണോമിയിലുള്ള ചേഞ്ചസോ ഉള്ള എഫക്റ്റ് നമ്മുടെ കോസ്റ്റിൽ ഫിഗേഴ്സിൽ ഉണ്ടാവില്ല. ഫിഫ്ത്ത് വൺ യൂസ് ഓഫ് ഡിഫറെന്റ് അക്കൗണ്ടിങ് മെത്തേഡ്സ് ടു റെഡ്യൂസ് റിലയബിലിറ്റി. നമ്മൾ പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ അക്കൗണ്ടിങ് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അങ്ങനത്തെ കേസിലെ മെത്തേഡ്സ് മാറുന്നതിനനുസരിച്ച് എന്തിനും വ്യത്യാസം ഉണ്ടാവും അല്ലെങ്കിൽ എന്തിനും റിഡക്ഷൻ ഉണ്ടാവും. നമ്മളുടെ റിലയബിലിറ്റിക്ക്, അതിന്റെ വിശ്വസനീയതയ്ക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇതാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്. ഇനി നമുക്ക് നോക്കാം ഡിഫറൻസസ് ഓഫ് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ ബുക്ക് കീപ്പിംഗ്.
ബുക്ക് കീപ്പിങ്ങിന്റെയും അഡ്വാൻറ്റേജസിന്റെയും ഫസ്റ്റ് ഡിഫറൻസ് എന്താന്ന് നോക്കാം. ഫസ്റ്റ് എന്താ, ബുക്ക് കീപ്പിംഗിൽ എന്ത് മാത്രമേ നടക്കുന്നുള്ളൂ, റെക്കോർഡിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ബുക്ക് കീപ്പിംഗ് സിംപ്ലി റെക്കോർഡ്സ് ദ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ബുക്സ്. അക്കൗണ്ടിംഗ് ലോ വൈഡർ സ്കോപ്പ്, റെക്കോർഡിംഗ്, അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അക്കൗണ്ടിങ്ങിൽ റെക്കോർഡിംഗ് മാത്രമല്ല, അതിന്റെ അനാലിസിസും ഇന്റർപ്രിട്ടേഷനും കമ്മ്യൂണിക്കേഷനും ഒക്കെ നടക്കുന്നുള്ളൂ. ബുക്ക് കീപ്പിംഗ് തീരുന്നിടത്താണ് എന്ത് തുടങ്ങുന്നത്, അക്കൗണ്ടിങ് തുടങ്ങുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വൈഡ് ആണ്. ഇനി സെക്കൻഡ് വൺ എന്താ പറയുന്നത്, മെയിൻറ്റെയിൻ ഇൻഫോർമേഷൻ ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്. ബുക്ക് കീപ്പിംഗിന്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഡെയിലി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് റെക്കോർഡ് ചെയ്യുക, ഒരു പ്രത്യേക ഒരു ഓർഡറിൽ റെക്കോർഡ് ചെയ്യുക. പക്ഷെ അക്കൗണ്ടിങ്ങിൽ എന്താ പറയുന്നത്, ഇറ്റ് ബിഗിൻസ് ഫോർ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ് അനലൈസസ് ആൻഡ് ഇന്റർപ്രറ്റ്സ് ദ ഡാറ്റ. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ, ഒരെണ്ണത്തിൽ ഇൻഫോർമേഷൻ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഒബ്ജക്റ്റീവ് എങ്കിൽ മറ്റേതിൽ എന്താ വരുന്നത്, അനാലിസിസിനും ഇന്റർപ്രിട്ടേഷനുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. തേർഡ് വൺ ആക്ച്വലി റെക്കോർഡ്സ് എ ട്രാൻസാക്ഷൻ ഓൺലി. ട്രാൻസാക്ഷൻ റെക്കോർഡിംഗ് മാത്രമേ ഇതിൽ നടക്കുന്നുള്ളൂ, ബുക്ക് കീപ്പിംഗിലുള്ളൂ. അക്കൗണ്ടിങ്ങിൽ നമ്മൾ എങ്ങനെയാണോ റെക്കോർഡ് ചെയ്യുന്നത് അതിന്റെ റൂൾസും പ്രിൻസിപ്പിൾസും ഒക്കെ ലേ ഡൗൺ ചെയ്യുന്നത് ഏതാണെന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് ആണ്. ലേസ് ഡൗൺ ദ റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പോയിന്റ്, വർക്ക് ഈസ് ക്ലറിക്കൽ ആൻഡ് റിപ്പീറ്റേറ്റീവ്. പക്ഷേ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിക്വയർസ് സ്പെഷ്യൽ സ്കിൽ ആൻഡ് നോളജ്. ബുക്ക് കീപ്പിംഗിൽ എല്ലാ ദിവസവും ജസ്റ്റ് റെക്കോർഡ് ചെയ്തുകൊണ്ട് പോവുകയുള്ളൂ, എന്തൊക്കെയാണ് ഡാറ്റ, എന്തൊക്കെയാണ് പർച്ചേസ്, എന്തൊക്കെയാണ് സെയിൽസ്. പക്ഷെ അക്കൗണ്ടിങ്ങിൽ എന്താ, അപ്പോൾ അത് എന്ത് നേച്ചറാണ് വരിക, റിപ്പീറ്റേറ്റീവ് ആണ്. ഇന്ന് ചെയ്യുന്ന കാര്യം തന്നെ നാളെ ചെയ്യണം, അത് തന്നെയാണ് പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബോറിംഗ് ടാസ്ക് ആണ് എന്തെന്ന് പറഞ്ഞാൽ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ. പക്ഷെ അക്കൗണ്ടിങ് എന്താണെന്ന് പറയുന്നത്, അതിന് സ്പെഷ്യൽ നോളജും സ്പെഷ്യൽ സ്കില്ലും ഒക്കെ വേണം. അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നത് ആരായിരിക്കും, ഫിഫ്ത്ത് പോയിന്റിൽ പറയുന്നത് ബുക്ക് കീപ്പിംഗിന് ഒരു അക്കൗണ്ടിങ് ക്ലർക്ക് മതി. അതായത് പ്രത്യേകിച്ച് ഒരു നോളജ് വേണമെന്നൊന്നുമില്ല, ഒരു ക്ലറിക്കൽ പോസ്റ്റിലുള്ള ആൾക്ക് വേണമെങ്കിൽ ബുക്ക് കീപ്പിംഗ് ചെയ്യാം. എന്നുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ നോർമൽ ഒരു പേഴ്സണിന് ചെയ്യാൻ പറ്റും. അത് അക്കൗണ്ടിങ്ങിൽ നോളജോ സ്കില്ലോ ഒന്നും വേണ്ട ആവശ്യമില്ല. പക്ഷെ അക്കൗണ്ടിങ് ആണെങ്കിലോ ഇറ്റ് ഈസ് ഡൺ ബൈ ക്വാളിഫൈഡ് അക്കൗണ്ടൻസ്. അതായത് ക്വാളിഫൈഡ് അക്കൗണ്ടൻസ്, ഇപ്പൊ CA ACCA ഒക്കെ പറയുന്നുണ്ടല്ലോ, അതുപോലെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടൻസ് ആണ് എന്ത് ചെയ്യുക, നമ്മുടെ അക്കൗണ്ടിങ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ ഡിഫറൻസസ്, ബുക്ക് കീപ്പിംഗും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ്. ഇനി നെക്സ്റ്റ് അക്കൗണ്ടിംഗ് ടേംസ് ആണ് നമുക്ക് നോക്കാം. ബിസിനസ് ട്രാൻസാക്ഷൻ, എനി ബിസിനസ് ഡീലിംഗ് ഹൂസ് വാല്യൂ ഈസ് മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി. ബിസിനസ്സിൽ ഉണ്ടാവുന്ന ഏത് ഡീലിംഗും അത് മണി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, പൈസയുടെ മൂല്യത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ബിസിനസ് ട്രാൻസാക്ഷൻ മാത്രമേ നമ്മൾ എന്തിൽ റെക്കോർഡ് ചെയ്യുള്ളൂ, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. ബിസിനസ് ട്രാൻസാക്ഷനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ക്യാഷ് ട്രാൻസാക്ഷൻ, നമ്മൾ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ എന്തുണ്ട്, അതിന്റെ മണി പേയ്മെന്റും നടക്കുന്നുണ്ട്, പൈസയുടെ കൈമാറ്റവും നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പേയ്മെന്റ് പോസ്റ്റ്പോണ്ട്. അതായത് നമ്മളൊരു സാധനം മേടിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ പൈസ അപ്പോൾ കൊടുക്കുന്നില്ല, ഫർദർ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ കൊടുക്കുന്നുള്ളൂ, അതിനെയാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. തേർഡ് വൺ ബാർട്ടർ ട്രാൻസാക്ഷൻ, ഐറ്റംസ് ആർ എക്സ്ചേഞ്ച് ഫോർ അതർ ഐറ്റം. നമ്മൾ ഒരു ഐറ്റം മേടിക്കുന്നു പക്ഷെ അതിന്റെ അതേ വാല്യൂലുള്ള വേറൊരു ഐറ്റം ആണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. നമ്മൾക്കറിയാം പണ്ട് കാലത്തൊക്കെ ബാർട്ടർ സിസ്റ്റം ആണ് പ്രിവൈൽ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതാണ് ബിസിനസ് ട്രാൻസാക്ഷൻ. എന്താണ് അതിന്റെ 3 ടൈപ്സ്, ക്യാഷ് ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, ബാർട്ടർ ട്രാൻസാക്ഷൻ. ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. അപ്പൊ നമുക്ക് പിന്നെ നോക്കുമ്പോൾ അത് ഹെൽപ്ഫുൾ ആവും. നെക്സ്റ്റ് വരുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇയർ എൻഡിങ്ങിൽ എന്ന് പറഞ്ഞു. നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് 3 ഹെഡായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ, അല്ലെങ്കിൽ അതിന്റെ കമ്പോണൻസ് ഓഫ് ബാലൻസ് ഷീറ്റിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ബാലൻസ് ഷീറ്റിന്റെ കമ്പോണൻസ് ആണ് ഇത് കേട്ടോ, ബാലൻസ് ഷീറ്റിന്റെ കമ്പോണൻസ് ആണ് ഏതൊക്കെയാ, അസെറ്റ് ലയബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ.
അസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കമ്പനിയുടെ ആസ്തി അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോപ്പർട്ടീസ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, അതിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയാ, അസെറ്റ് എന്ന് പറയാം. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കടങ്ങളിനെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയാ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, കമ്പനിയുടെ ഓണർ കമ്പനിയിലേക്ക് കൊണ്ടുവരുന്ന ആ ഫണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ക്യാപിറ്റൽ എന്ന് പറയാം. ഈ അസെറ്റ്സിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫിക്സഡ് അസെറ്റ്സും ഉണ്ട്, കറണ്ട് അസെറ്റ്സും ഉണ്ട്. ഫിക്സഡ് അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം അസെറ്റ്സ് ആണ്. അത് നമ്മൾ എന്താ പറയാ, ഒരു വർഷത്തിനും കൂടുതൽ അതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ആ അസെറ്റ്സിനെ എന്തെന്ന് പറയാം, ഫിക്സഡ് അസെറ്റ്സ് എന്ന് പറയാം. ഫിക്സഡ് അസെറ്റ്സ് ആർ ഓഫ് ലോങ് ടേം നേച്ചർ. അസെറ്റ്സ് വിച്ച് ആർ അക്വയർഡ് ഫോർ റിലേറ്റീവ്ലി ലോങ്ങർ പീരീഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഫിക്സഡ് അസെറ്റ് എന്ന് പറയാം. എക്സാമ്പിൾ പറയാം, പ്ലാന്റ് ആൻഡ് ബിൽഡിംഗ്, ലാൻഡ് ആൻഡ് മെഷീനറി ഒക്കെ. ഫിക്സഡ് അസെറ്റ്സിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, 4 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ടാഞ്ചിബിൾ അസെറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസെറ്റ്, വേസ്റ്റിംഗ് അസെറ്റ്സ്, ഫിക്ടീഷ്യസ് അസെറ്റ്. ടാഞ്ചിബിൾ അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ടാഞ്ചിബിൾ അസെറ്റ്സ് ആർ ദ അസെറ്റ് വിച്ച് ക്യാൻ ബി ടച്ച്ഡ് ആൻഡ് സീൻ. നമുക്ക് തൊടാൻ പറ്റുന്ന, നമുക്ക് കാണാൻ പറ്റുന്ന അസെറ്റ്സിനൊക്കെ എന്തെന്ന് പറയാം, ടാഞ്ചിബിൾ അസെറ്റ്സ് എന്ന് പറയാം. മെഷീനറി, എക്യുപ്മെന്റ്സ്, അതൊക്കെ ടാഞ്ചിബിൾ അസെറ്റ്സ് ആ. ഇൻടാഞ്ചിബിൾ അസെറ്റ്സ് പേരിൽ തന്നെ ഉണ്ട്. അസെറ്റ്സ് ഹാവിംഗ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ബട്ട് ആർ റെപ്രസെന്റഡ് ബൈ റൈറ്റ്സ് ഇൻ സർട്ടൻ തിങ്സ്. ഫിസിക്കൽ ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഒന്നുമില്ല, പക്ഷെ ഈ പേറ്റന്റ്, കോപ്പി റൈറ്റ്, അങ്ങനത്തെയൊക്കെ അറിയാം. അതിന് ഫിസിക്കലായിട്ട് എക്സിസ്റ്റൻസ് ഒന്നുമില്ല, പക്ഷെ അതൊക്കെ എന്ത് അസെറ്റ് ആണ്, അതൊക്കെ ഇൻടാഞ്ചിബിൾ അസെറ്റ്സിൽ വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് വേസ്റ്റിംഗ് അസെറ്റ്സ്. വേസ്റ്റിംഗ് അസെറ്റ്സ് എന്ന് പറഞ്ഞാല് അസെറ്റ്സ് വിച്ച് ഗെറ്റ് എക്സോസ്റ്റഡ് വിത്ത് ദ യൂസേജ്. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ആ അസെറ്റ്സ് തീർന്നു പോവാണെങ്കിൽ അങ്ങനത്തെ അസെറ്റ്സിനെയാണ് എന്തെന്ന് പറയാ, വേസ്റ്റിംഗ് അസെറ്റ്സ് എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് പറയാം, മൈൻസ്, ക്വാറീസ്, അതൊക്കെ എന്താ, വേസ്റ്റിംഗ് അസെറ്റ്സ് ആണ്. ലാസ്റ്റ് വൺ ഫിക്ടീഷ്യസ് അസെറ്റ്സ് ആണ്. ഫിക്ടീഷ്യസ് അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഹാവിംഗ് നോ റിയൽ വാല്യൂ ബട്ട് ആർ ഷോൺ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. അതിന് ശരിക്കും റിയൽ ആയിട്ട് എക്സിസ്റ്റൻസോ വാല്യൂ ഒന്നും ഇല്ല, പക്ഷെ നമ്മളത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കും. എന്താ പറയാ, എക്സാമ്പിൾ പറയാം നമുക്ക്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ഒക്കെ ഫിക്ടീഷ്യസ് അസെറ്റ്സിന് എക്സാമ്പിൾ ആണ്. അതാണ് ഫിക്സഡ് അസെറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ. കറണ്ട് അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, ലെസ് ദാൻ 1 ഇയറിന് വേണ്ടിയിട്ടുള്ള, ലെസ് ദാൻ 1 ഇയറിന് ഉള്ള അസെറ്റ്സ് ആണ് എന്തെന്ന് പറയാം, കറണ്ട് അസെറ്റ്സ് എന്ന് പറയാം. അസെറ്റ്സ് വിച്ച് ആർ ഹെൽഡ് ഫോർ എ ഷോർട്ട് പീരീഡ് ആർ കോൾഡ് കറണ്ട് അസെറ്റ്സ്. അത് എന്തിനാ മേടിക്കുന്നത്, കറണ്ട് അസെറ്റ്സ് ആർ ബോട്ട് വിത്ത് ഇന്റൻഷൻ ഓഫ് കൺവേർട്ടിംഗ് ദം ഇൻ ടു ക്യാഷ് ഓർ കൺസ്യൂമിങ് ദം. ഒന്നില്ലെങ്കിൽ ഒരു വർഷത്തിന്റെ ഉള്ളിൽ അതിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തിനാ, ബിസിനസിന്റെ റണ്ണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മേടിക്കുന്ന അസെറ്റ്സിനെയാണ് എന്തെന്ന് പറയാ, കറണ്ട് അസെറ്റ്സ് എന്ന് പറയാം. അസെറ്റ്സിനെ എന്തെന്നൊക്കെ പറയാം, റോ മെറ്റീരിയൽ, സെമി ഫിനിഷ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ക്യാഷ്, ഇൻവെന്ററി, അതൊക്കെ എന്താ, കറണ്ട് അസെറ്റ്. അതായത് ലിക്വിഡ് ആയിട്ട് ഒരു വർഷത്തിന്റെ ഉള്ളിൽ നമുക്ക് ക്യാഷ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ ആ അസെറ്റ് ആണ് എന്ത്, കറണ്ട് അസെറ്റ്. ഇനി നെക്സ്റ്റ് പറയുന്നത് കറന്റ് ലയബിലിറ്റി ആണ്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു, ദേ ഡിനോട്ട് ദ എമൗണ്ട്സ് വിച്ച് ബിസിനസ് ഓസ് ടു അതേഴ്സ്. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള പൈസ തന്നെയാണ് എന്തെന്ന് പറയാം, നമ്മുടെ ലയബിലിറ്റി ആയിട്ട് പറയാം. അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കറന്റ് ലയബിലിറ്റി ഉണ്ട്, ഫിക്സഡ് ലയബിലിറ്റി ഉണ്ട്. കറന്റ് ലയബിലിറ്റി നമുക്ക് അറിയാം, ഷോർട്ട് ടേം ലയബിലിറ്റി, ഒരു വർഷത്തിന്റെ ഉള്ളിൽ നമുക്ക് കൊടുത്തു തീർക്കാനുള്ളതാണെങ്കിൽ, ഇപ്പൊ സൺട്രി ക്രെഡിറ്റേഴ്സ് ഒക്കെ എന്താണെന്ന് പറയാം, നമുക്ക് കറന്റ് ലയബിലിറ്റി ആണെന്ന് പറയാം. ഇനി നെക്സ്റ്റ് പറയുന്നത് ഫിക്സഡ് അസെറ്റ്സ് ആണ്, ഫിക്സഡ് ലയബിലിറ്റി ആണ്. ലയബിലിറ്റീസ് വിച്ച് ആർ പേയബിൾ ആഫ്റ്റർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ആർ കോൾഡ് ലോങ് ടേം ലയബിലിറ്റി. എക്സാമ്പിൾ എന്ത് പറയാം, നമ്മളിപ്പോ ലോങ് ടേം ലോൺസ് എടുത്തിട്ടുണ്ട് ബാങ്കിൽ നിന്ന്, അല്ലെങ്കിൽ അതൊക്കെ എന്താണ്, നമ്മുടെ ലോങ് ടേം അല്ലെങ്കിൽ ഫിക്സഡ് ലയബിലിറ്റി ആണ്. ഇനി നെക്സ്റ്റ് പാർട്ട് പറയുന്നത് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ റിഫേഴ്സ് ടു ദ മണി ഓർ മണീസ് വർത്ത് ഇൻട്രൊഡ്യൂസ്ഡ് ഓർ ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ. കമ്പനിയുടെ ഉള്ളിലേക്ക് പൈസയോ അല്ലെങ്കിൽ പൈസയുടെ മൂല്യത്തിലുള്ള എന്തെങ്കിലും, ഇപ്പൊ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങോ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്തെങ്കിലും അതിന്റെ ഓണർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്തിലാ വരിക, അതൊക്കെ അയാളുടെ ക്യാപിറ്റൽ ആയിട്ടാണ് കാണിക്കുക. ക്യാപിറ്റലിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫിക്സഡ് ക്യാപിറ്റലും ഉണ്ടാവും, വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ടാവും. ക്യാപിറ്റലിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫിക്സഡ് ക്യാപിറ്റൽ ഉണ്ടാവാം, വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോങ് ടേം പർപ്പസിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റലാണ് എന്തെന്ന് പറയാ, ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇപ്പൊ അയാൾ ഫിക്സഡ് അസെറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെന്താ, ഫിക്സഡ് ക്യാപിറ്റൽ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, നെറ്റ് കറന്റ് അസെറ്റ്സ് ആണ്. നമ്മുടെ കറന്റ് അസെറ്റ്സിനെയാണ് എന്തെന്ന് പറയാം, നമുക്ക് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് അസെറ്റ് ലയബിലിറ്റി ക്യാപിറ്റൽ സെക്ഷനിൽ വരുന്നത്.
നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഡ്രോയിങ്സ് ആണ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് വിഡ്രോൺ ബൈ ദി ബിസിനസ് ഓണർ. ഇറ്റ് മേ ബി ക്യാഷ് ഓർ അസറ്റ്സ് വിഡ്രോൺ. കമ്പനിയിൽ നിന്ന് ഓണറുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റ്സോ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുക ഡ്രോയിങ്സ് എന്നാണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും അസറ്റ്സോ അല്ലെങ്കിൽ ഇപ്പോൾ 10,000 rupees അയാൾ കമ്പനിയിൽ നിന്ന് എടുക്കുകയാണ് എങ്കിൽ ആ എമൗണ്ട് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ അക്കൗണ്ടിലാണ് കാണിക്കുക. നെക്സ്റ്റ് റവന്യൂ, എമൗണ്ട് ഏൺ ബൈ സെല്ലിംഗ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഓർ പ്രൊവൈഡിങ് സർവീസ് ടു ദ കസ്റ്റമർ. റവന്യൂ എന്താ? നമ്മളുടെ സെയിൽസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകമിനെയാണ് എന്തെന്ന് പറയുക? റവന്യൂ എന്ന് പറയുക. അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് ഓറിയന്റഡ് കമ്പനി ആണെങ്കിൽ ആ സർവീസ് കൊടുക്കുന്നതുകൊണ്ട് ആ കമ്പനിക്ക് കിട്ടുന്ന ഇൻകമിനെയാണ് എന്തെന്ന് പറയുക? റവന്യൂ എന്ന് പറയുക. നെക്സ്റ്റ് വരുന്ന എക്സ്പെൻസസ് ആണ്. കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂ. ഒരു കമ്പനി അതിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെലവുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ എന്തെന്നാ പറയാ? എക്സ്പെൻസസ് എന്നാണ് ടേം ചെയ്യുക. അപ്പോൾ സാലറി കൊടുക്കുന്നു, വേജസ് കൊടുക്കണോ, റെന്റ് കൊടുക്കണോ, അതൊക്കെ എന്താ? കമ്പനിയുടെ എക്സ്പെൻസസ് ആയിട്ടാണ് നമ്മൾ ടേം ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് എക്സ്പെൻഡിച്ചർ ആണ്. ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ് കൺസ്യൂംഡ് ഇറ്റ് ഈസ് നോർമലി ഓഫ് ലോങ് ടേം നേച്ചർ. റിസോഴ്സസ്, എമൗണ്ട് ഓഫ് റിസോഴ്സസ് കൺസ്യൂംഡ് ആണ് എന്തെന്ന് പറയാ? എക്സ്പെൻഡിച്ചർ എന്ന് പറയാ. എക്സ്പെൻഡിച്ചറിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനേക്കാൾ കൂടുതൽ ആ എക്സ്പെൻസസിൽ നിന്ന് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയാ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് ഇപ്പോൾ ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മേടിക്കുകയാണ്, അപ്പോൾ ആ ബിൽഡിംഗ് നമ്മൾ കുറേ വർഷത്തേക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും, അപ്പോൾ അതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഷോർട്ട് ടേം എക്സ്പെൻഡിച്ചർ ആണ്. ബെനിഫിറ്റ്സ് വിൽ ബി used benefits we will get maybe for less than a year. അതായത് കമ്പനിയുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസസിനെയൊക്കെ എന്തെന്ന് നമുക്ക് ടേം ചെയ്യാം? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എക്സാമ്പിൾ ടെലിഫോൺ ചാർജസ്, വേജസ്, റെന്റ്, അതൊക്കെ നമുക്കറിയാം ഷോർട്ട് ടേം ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ്. അതുകൊണ്ട് തന്നെ അത് എന്ത് എക്സ്പെൻഡിച്ചറാ? റവന്യൂ എക്സ്പെൻഡിച്ചറാ. ഇനി വരുന്ന ലോസ് ആണ്. ഗ്രോസ് ഡിക്രീസ് ഇൻ അസറ്റ് ഓർ ഇൻക്രീസ് ഇൻ ലയബിലിറ്റി. നമ്മുടെ കമ്പനിയുടെ അസറ്റ്സിൽ വരുന്ന ഡിക്രീസ് അല്ലെങ്കിൽ ലയബിലിറ്റിയിൽ വരുന്ന ഇൻക്രീസിനെയാണ് എന്തെന്ന് പറയാ? ലോസ് എന്ന് പറയാം. ജനറലി എന്ത് പറയാ? കമ്പനിയുടെ നഷ്ടം എന്ന് പറഞ്ഞാൽ വരവിനേക്കാൾ കൂടുതൽ ചെലവാണെങ്കിൽ ദ കമ്പനി ഈസ് ഇൻ ലോസ് എന്ന് പറയാം. പ്രോഫിറ്റ് എന്താ? എക്സസ് ഓഫ് റവന്യൂ ഓവർ ഇൻകം. എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ്. നമ്മുടെ എക്സ്പെൻസസിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമ്പനി പ്രോഫിറ്റിലാണെന്ന് പറയാം. നെക്സ്റ്റ് വരുന്നത് ഗുഡ്സ് ആണ്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്മോഡിറ്റീസ് ഓർ തിങ്സ് ദാറ്റ് ട്രേഡർ ഡീൽസ്. നമ്മുടെ കമ്പനി എന്തൊക്കെ പ്രോഡക്ട്സ് അല്ലെങ്കിൽ പ്രോഡക്ട്സിലാണോ ഡീൽ ചെയ്യുന്നത് ആ പ്രോഡക്ട്സിനെല്ലാം നമുക്ക് എന്താണെന്ന് പറയാം? കമ്മോഡിറ്റി എന്ന് പറയാം. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പല പ്രോഡക്ട്സും അവർ വിൽക്കുന്നുണ്ടാവും. അതിന്റെ ഓരോ പ്രോഡക്റ്റിനെയും അല്ലെങ്കിൽ എല്ലാ പ്രോഡക്ട്സിനെയും കൂടി നമുക്ക് എന്തെന്ന് പറയാം? നമുക്ക് ഗുഡ്സ് എന്ന് പറയാം. നെക്സ്റ്റ് പർച്ചേസസും സെയിൽസും ആണ്. പർച്ചേസസ് അറിയാം. ഗുഡ്സ് പ്രൊഡ്യൂസ് ബൈ ബിസിനസ് ഫോർ ക്യാഷ് ഓർ ക്രെഡിറ്റ്. കമ്പനിയുടെ ആവശ്യത്തിന് കമ്പനിയിലേക്ക് റോ മെറ്റീരിയൽസ് മേടിക്കുക, അതിനൊക്കെയാണ് എന്തെന്ന് പറയാ? കമ്പനിയുടെ പർച്ചേസസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ മെഷീനറി, കമ്പനിയുടെ ഫിനിഷ് പ്രോഡക്റ്റിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക. ഇനി അതിൽ പിന്നെ വരുന്നത് പർച്ചേസ് റിട്ടേൺസ് ആണ്. നമ്മൾ വാങ്ങിയ സാധനങ്ങൾ എന്തെങ്കിലും അതിന്റെ ക്വാളിറ്റി ഇഷ്യൂസ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടോ നമ്മുടെ കമ്പനി അത് തിരിച്ച് നമ്മുടെ സപ്ലൈക്ക് തന്നെ കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പർച്ചേസ് റിട്ടേൺ എന്ന് പറയും. നെക്സ്റ്റ് വരുന്ന സെയിൽസ് ആണ്. പ്രൊസീഡ്സ് ഓഫ് ദി സെയിൽസ് ആണ്. പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് സോൾഡിനെയാണ് നമ്മൾ സെയിൽസ് എന്ന് പറയാം. നമുക്ക് വിറ്റ് കിട്ടുന്ന ആ എമൗണ്ടിനെയാണ് എന്തെന്ന് പറയാം? നമ്മുടെ സെയിൽസ് ആയിട്ട് പറയാം. സെയിൽസിലും സെയിൽസ് റിട്ടേൺസ് ഉണ്ടാവാം. ഇപ്പൊ നമ്മളൊരു മൊബൈൽ ഫോൺ ഒരു ആൾക്ക് വിറ്റു, അതിൽ എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂസ് കാരണം ആ കസ്റ്റമർ ആ ഒരു പ്രൊഡക്റ്റ് തിരിച്ചു തരികയാണ്. അപ്പൊ നമ്മുടെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് സെയിൽസ് റിട്ടേൺസ് ആണ്. ഇനി നമ്മൾ പറഞ്ഞത് സൺഡ്രി ഡെറ്റർ, സൺഡ്രി ക്രെഡിറ്റർ എന്താണെന്നാണ് നോക്കിയത്. പിന്നെ സ്റ്റോക്ക് എന്താന്ന് നോക്കിയായിരുന്നു. സ്റ്റോക്ക് എന്താ? ഗുഡ്സ് ലൈങ് വിത്ത് എ ബിസിനസ് ഫോർ സെയിലിനാണ് എന്തെന്ന് പറയാ? സ്റ്റോക്ക് എന്ന് പറയാ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടാവാം, വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവും, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. കമ്പനിയുടെ കയ്യിലുള്ള ഗുഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സെയിലിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഗുഡ്സ് അത് സെയിലായി പോയിട്ടില്ല, കമ്പനിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയാ? സ്റ്റോക്ക് എന്ന് പറയാ. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഇയർ എൻഡിങ്ങിൽ നമ്മുടെ കമ്പനിയിൽ എത്ര പ്രോഡക്ട്സ് ഫിനിഷ് ഗുഡ്സ് ആയിട്ടുണ്ട്, അത് പക്ഷെ സെല് ചെയ്തിട്ടില്ല. നമ്മൾ 1000 പ്രോഡക്ട്സ് ഉണ്ടാക്കിയാൽ 500 പ്രോഡക്ട്സ് വിറ്റ് പോയിട്ടുള്ളൂ. 500 പ്രോഡക്ട്സ് ഇപ്പോഴും ആ കമ്പനിയുടെ കയ്യിലുണ്ടെങ്കിൽ ആ 500 പ്രോഡക്റ്റിന് എന്തെന്നാ പറയാ? ഇയർ എൻഡിങ്ങിൽ ആ 500 പ്രോഡക്റ്റ് നമ്മുടെ കമ്പനിയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്.
അത് 31st ഡിസംബർ അത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഇനി നെക്സ്റ്റ് വർഷം എടുക്കുമ്പോൾ എന്താ, ഇപ്പൊ 1st ജാനുവരി 2020 ഇതേ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് അടുത്ത വർഷം എന്താവണത്, ഓപ്പണിംഗ് സ്റ്റോക്കും ആവണത്. മനസ്സിലായല്ലോ? ഒരു കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് നെക്സ്റ്റ് ഇയറിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ആവുക. ഇനി നെക്സ്റ്റ് പറയുന്നത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. നമ്മള് അതായത് ഫിനിഷ് ആയിട്ടുള്ള ഗുഡ്സ് അല്ല, സെമി ഫിനിഷ് ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയാ. അതായത് ടോട്ടലി അതിന്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടില്ല, ഇനിയും എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതിനെ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയാം. ഇനി നോക്കാനുള്ള ഡെറ്റേഴ്സ്, അക്കൗണ്ട്സ് റിസീവബിൾ, ക്രെഡിറ്റേഴ്സ്, അക്കൗണ്ട്സ് പേയബിൾ ആണ്. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വൺ ഹു ഓസ് മണി ടു ദ ബിസിനസ്. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സർവീസസ് അവൈൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനനുസരിച്ച് അതിന്റെ പേയ്മെന്റ് അവർ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ, നമ്മുടെ കടക്കാരാണ്. അവര് കടക്കാരനെ പറയുന്ന ടേം ആണ് എന്ത്, ഡെറ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾ. ഇനി നെക്സ്റ്റ് വരുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. എ പേഴ്സൺ ടു ഹൂം ദ ബിസിനസ് ഓസ് മണി. നമ്മുടെ ബിസിനസ് എന്തെങ്കിലും പൈസ തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട് ചിലപ്പോൾ പൈസ കൊടുത്തിട്ടുണ്ടാവില്ല, അവരെയാണ് എന്തെന്ന് പറയാം, ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. അപ്പൊ ഇതാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഒരു റിവിഷൻ എന്ന് പറയാനുള്ളത്. ജസ്റ്റ് ഒന്ന് എല്ലാ ഒരു ഭാഗവും നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഇതിന് മുമ്പ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. എന്നിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.